ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ നമ്മൾ പുതിയൊരു പ്രസൻറ്റേഷൻ പുതിയൊരു ചാപ്റ്റർ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ജനറലി ഒരു സർവേ കണ്ടക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് സ്റ്റുഡൻസ് ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ലേൺ പ്രോബ്ലം പേപ്പേഴ്സ് ത്രൂ ദീസ് ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളതാണ്. ഐ ഗോട്ട് സച്ച് എ ഫീഡ്ബാക്ക് ഫ്രം മൈ സ്റ്റുഡൻസ്. സോ ഐ തിങ്ക് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ ക്ലിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, റെക്കോർഡഡ് വീഡിയോസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഡാം ഷുവർ യു വിൽ നെവർ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ലേൺ ഇൻകം ടാക്സ്. എൻ്റെ മറ്റ് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എനിക്കറിയില്ല. ഇൻകം ടാക്സ് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, പ്രൊവൈഡഡ് യു ഷുഡ് ഫോളോ ദീസ് റെക്കോർഡഡ് വീഡിയോ ക്ലിപ്സ് വെരി ഓർഗനൈസ്ഡ് ആൻഡ് വെരി സിസ്റ്റമാറ്റിക്. അതൊരു പ്രീ കണ്ടീഷനാണ്, ഇറ്റ്സ് എ പ്രിജുഡീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ടുള്ള വേർഡിങ്സും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഓരോന്നിനും തരുന്നുണ്ട്, ഓരോ പ്രോബ്ലംസിനും തരുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്കും ഇത് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ പ്ലീസ് ഫോളോ ദീസ് റെക്കോർഡഡ് ക്ലിപ്സ് ബിക്കോസ് നമുക്കിപ്പോൾ വേറെ ചോയ്സസ് ആർ നോട്ട് അവൈലബിൾ. സോ ജസ്റ്റ് ലൈക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒപ്പം ഒരു വോയിസ് ക്ലിപ്പും കൂടി ആഡഡ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ എം ഡാം ഷുവർ യു വിൽ നെവർ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്, നെവർ ഫൈൻഡ് ഇറ്റ് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പറ്റും. അത് അത്രയും ഈസിയർ ആയിട്ടാണ് കൺവേ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ പ്ലീസ് ഫോളോ. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇൻകം ഫ്രം HP, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് HP, വി മേ ഷോർട്ട്ലി കോൾ ഇറ്റ് HP. അപ്പോൾ നമുക്കറിയാം ദിസ് ഈസ് എ സെക്കൻഡ് ഹെഡ് ഓഫ് ഇൻകം നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വി ഓൾറെഡി ലേൺഡ് ഇറ്റ് അല്ലേ. സാലറി ആണ് ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം, രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഓൾറെഡി ഞാൻ അതിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എന്താണ് ഇൻകം ഫ്രം HP എന്നുള്ളത്. ലെറ്റ്സ് സീ വാട്ട് ഇസ് അതിൻ്റെ ഒരു സംഭവം എന്താണ്. ബേസിസ് ഓഫ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഒരാളുടെ, ഒരു അസസിൻ്റെ, ഒരു പേഴ്സൻ്റെ സാലറി ഇൻകമാണ്. സാലറി, അയാൾ മേടിക്കുന്ന സാലറി, അതിങ്ങനെ 8 കമ്പോണൻസ് ആയിട്ട് തിരിച്ചുകൊണ്ട് നമ്മൾ അതിനെ കണ്ടുപിടിച്ചു. എത്രയാണ് അയാളുടെ ടാക്സിബിൾ സാലറി എന്ന് കണ്ടുപിടിക്കാനായിട്ടും അസസ് ചെയ്യാനായിട്ടും പഠിച്ചു. അടുത്തത് ഒരു ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് സാലറി അല്ലല്ലോ, തീർച്ചയായിട്ടും സാലറി അല്ല. ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ആനുവൽ വാല്യൂ, അതായത് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നൊരു സംഭവമാണ്. ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം തന്നെ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനി പ്രോപ്പർട്ടി, ലൈക്ക് ഒരു വീടോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഒരു വാടക കെട്ടിടമോ, അങ്ങനെയുള്ള എനി പ്രോപ്പർട്ടി ക്യാൻ ബി കോൾഡ്. അതായത് നമ്മളുടെ സ്വന്തം താമസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി അല്ലാതെ, നമ്മളുടേതായ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലാതെ എനി പ്രോപ്പർട്ടി ക്യാൻ ബി കോൾഡ് എ ഹൗസ് പ്രോപ്പർട്ടി. വീടും അതിനോടനുബന്ധമായ സ്ഥലവും താമസ സൗകര്യമൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബേസിസ് ഓഫ് ചാർജ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ പറയുമ്പോൾ ഐ ഹാവ് ടോൾഡ് യു ദിസ് ഈസ് ദ റെൻ്റൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി എന്നാണ്. റെൻ്റൽ വാല്യൂ എന്ന് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. ആനുവൽ വാല്യൂവിനൊരു ഡെഫിനേഷൻ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സം ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി മൈറ്റ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ലെറ്റ് ഫ്രം ഇയർ ടു ഇയർ. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അത് എത്ര നമുക്ക് ഒരു വാടക ഇനത്തിൽ നമുക്കത് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള അതിൻ്റെ റീസണബിൾ ആയിട്ടുള്ള ഒരു റെൻ്റൽ വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ചാർജ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയാണ് അതിന് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള തിയറി മനസ്സിലാക്കേണ്ടത്. യു മേ നോട്ട് ഇറ്റ് ഡൗൺ. ഇത്രയും തന്നെ തിയറി എഴുതിയെടുക്കേണ്ടതാണ്. അടുത്തത് നമുക്ക് ഇൻകം ഫ്രം HP-നെ 2 തരത്തിലുള്ള ഇൻകം ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ്. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് ആൻഡ് ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്. 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ലെറ്റ് ഔട്ട് ആയിട്ടുള്ള വീടുകളുടെ വരുമാനവും അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഓക്യുപ്പൈ ചെയ്യുന്ന വീടിനും ഒരു വാല്യൂ ഉണ്ട്, നമ്മൾ ഓൺ ചെയ്യുന്ന വീടിനും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇൻകം ഉണ്ട്, ഇൻകം കണക്കാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 2 തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസും ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസും. ഇനി അടുത്ത ക്ലിപ്പിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ ഇൻകം കമ്പ്യൂട്ടേഷൻ, ഇത് നമ്മൾ സാലറീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ചാപ്റ്ററിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം HP എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റും വളരെ സിമ്പിളുമാണ്.
ബിക്കോസ് സാലറിയിൽ 8 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 3 കൂടുതൽ സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വി നീഡ് ടു ഹാവ് ഓൺലി 2 കാൽക്കുലേഷൻസ്, ദാറ്റ് ഈസ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസും ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡും. അതിൽ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസിന് ആകെപ്പാടെ നമുക്ക് അറിയേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് കണ്ടോ, ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ നോക്കൂ, ദ ടാക്സബിൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി നമ്മൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിന് വേണ്ട വാല്യൂസ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇതൊരു ടി ഷേപ്പിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ വരയ്ക്കാട്ടോ, ഞാൻ ലൈൻസ് ഇട്ടിട്ടില്ല. ഫസ്റ്റ് വി റൈറ്റ് ഡൗൺ ദ ഗ്രോസ് ആനുവൽ വാല്യൂ. അത് നമുക്ക് പഠിക്കണം, ഇതിൽ ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതാണ്. ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് 3 തരത്തിലുള്ള ഡിഡക്ഷൻസ് ആവാം. അതായത് SSC എന്തെങ്കിലും, SSC എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കേണ്ട വ്യക്തി, അയാൾ എന്തെങ്കിലും മുനിസിപ്പൽ ടാക്സ് ഈ ഹൗസ് പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, മറ്റെന്തെങ്കിലും ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ സെസ്സോ മറ്റെന്തെങ്കിലും ടാക്സസ് അയാൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഡിഡക്ഷൻ. മൂന്നാമത്തേത്, നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു വീടിൻ്റെ ആണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ കൊടുത്ത വാടക കിട്ടാതെ, വാടകയ്ക്ക് കൊടുത്ത വീടിൻ്റെ റിയലൈസ് ചെയ്യാത്ത റെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ കാണിക്കാവുന്നതാണ്, ഉണ്ടെങ്കിൽ അതുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത്രയും 3 വാല്യൂസ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ, ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് വേറെ കമ്പ്യൂട്ട് ചെയ്യണം, അത് നമുക്ക് അടുത്ത ക്ലിപ്പിൽ നോക്കാം. അപ്പോൾ ഇത്രയും വാല്യൂസ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആനുവൽ വാല്യൂ, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ആനുവൽ വാല്യൂ. ഈ ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് സെക്ഷൻ 24 അനുസരിച്ചിട്ട് 3 ഡിഡക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്, സാലറിയിലൊക്കെ പഠിക്കുക. സാലറിയിൽ സെക്ഷൻ 16 അനുസരിച്ചിട്ട് 3 ഡിഡക്ഷൻ തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെയും നമുക്ക് 3 ഡിഡക്ഷൻസ് ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അത് ആനുവൽ വാല്യൂവിൻ്റെ 30% ആണ് ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വീടിന് ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, കൺസ്ട്രക്ഷൻ ചെയ്യാനോ വാങ്ങാനോ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഹൗസ് ലോൺ എന്ന് പറയുന്നത് ഹൗസ് ലോണിൻ്റെ പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ്, ഈ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ 19-20 നമ്മൾ കൊടുക്കാനുള്ളതോ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഫുൾ എമൗണ്ട് തൊട്ട് ഡിഡക്റ്റബിൾ ആണ്. പിന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കും. ആ ഒരു പീരീഡിലെ ഇൻട്രസ്റ്റ്, ആ സമയത്ത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ഇൻട്രസ്റ്റിനും നമുക്ക് അതിൻ്റെ ഒരു 20% നമുക്കിവിടെ ഡിഡക്റ്റബിൾ ആണ്, ഒരു 1/5 നമുക്കിവിടെ ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ അത്രയും വാല്യൂസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടാക്സബിൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്ന് പഠിക്കണം അല്ലേ, എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ, പിന്നെ അതിൽ നിന്ന് ഡിഡക്ഷൻസിൻ്റെ എമൗണ്ടുകൾ അറിയണം, ആനുവൽ വാല്യൂ കാണണം, ഡിഡക്ഷൻസ് ചെയ്യാനായിട്ടുള്ള വാല്യൂസ് അറിയണം. അത്തരം കാര്യങ്ങളും കൂടി അറിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് ഈ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇത്രയേ ഉള്ളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ ഇത്രയാണ്: എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ. എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ്, ആ ഡെഫിനേഷൻ യു ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ്. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന വാടക, യഥാർത്ഥത്തിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന വാടകേനെയാണ് നമ്മൾ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത്. വേറെസ് എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നതിന് വേറെ ഡെഫിനേഷൻ ഉണ്ട്, അത് നന്നായി പഠിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ദ മുനിസിപ്പൽ വാല്യൂ. ഒരു വീടാവുമ്പോൾ, ഒരു ഹൗസ് പ്രോപ്പർട്ടി ആകുമ്പോൾ അതിനൊരു മുനിസിപ്പൽ വാല്യൂ ഉണ്ടാവും. അതുപോലെ ഫെയർ റെൻറ്റൽ വാല്യൂ, അതുപോലെയുള്ള വാല്യൂസ് ആർ ആപ്ലിക്കബിൾ ടു എനി ഹൗസ് പ്രോപ്പർട്ടി. സോ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ, നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരം വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടായിരിക്കും. സോ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓഫ് എനി ഹൗസ് പ്രോപ്പർട്ടി ഈസ് ഗിവൺ ബൈ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻറ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ എന്ന് തന്നെയാണ് ഡെഫിനേഷൻ. പക്ഷേ ഒരു വൺ മോർ സെൻറ്റൻസ് ഐ ഹാവ് റിട്ടൺ ദർ, സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. അങ്ങനെ ഒരു ക്ലോസും കൂടി അവിടെ ആഡഡ് ആണ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് കൺട്രോൾ ആക്ടിന് കീഴിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് ചാർജ് ചെയ്യുന്ന റെൻറ്റിനെയാണ്, അല്ലെങ്കിൽ ഒരു എത്ര റെൻറ്റ് ഒരു വീടിനാവാം എന്ന് പറയുന്നതുണ്ട്, ഒരു ഗവൺമെൻറ് റെഗുലേഷൻ ഇസ് ദർ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻറ്റൽ വാല്യൂ ഷാൽ നെവർ എക്സീഡ് ദിസ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. എല്ലാ ഹൗസ് പ്രോപ്പർട്ടിക്കും സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉണ്ടാവണം എന്നില്ല. If there is standard rent, the municipal value or fair rental value, whichever is higher, is our expected rent, but this expected rent shall never exceed this standard rent. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് പുട്ട് എ ക്ലോസ് ദർ. ഇറ്റ് ഷാൽ നെവർ എക്സീഡ് ദ സ്റ്റാൻഡേർഡ്. അതാണ് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്താണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. സോ ലേൺ ദീസ് ഡെഫിനേഷൻസ് ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് റെൻറ്റ് ബൈ ഹാർട്ട്. ദെൻ ഓൺലി വി മേ കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി. ബിക്കോസ് ആനുവൽ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഫസ്റ്റ് ടു ഹാവ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ, ദെൻ വി ക്യാൻ ഹാവ് സം ഡിഡക്ഷൻസ് ആൻഡ് ദെൻ വി അറൈവ് അറ്റ് ദ ആനുവൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇസ് ഗിവൺ. expected rent at the municipal value or fair rental value, whichever is higher, subject to a maximum of standard rent. Okay, then next is
ഒരു ഇല്ലസ്ട്രേഷൻ, ഈ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല്ലസ്ട്രേഷനാണ്. ആ ഇല്ലസ്ട്രേഷനിൽ ഒരു മിസ്റ്റർ അശ്വിൻ, ഹി ഓൺസ് എ ഹൗസ് ആൻഡ് ഇറ്റ്സ് ഡീറ്റെയിൽസ് ആർ ബീങ് ഗിവൺ. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ് ആൻഡ് ആക്ച്വൽ റെൻറ്റ്, ഇത്രയും വാല്യൂസ് ആർ ഗിവൺ ടു യു ഒരു ഹൗസ് പ്രോപ്പർട്ടീൻ്റെ. എന്നിട്ട് സൊല്യൂഷൻ എങ്ങനെ ചെയ്തിരിക്കുന്നു നോക്കൂ. വി നീഡ് ടു കമ്പ്യൂട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇൻ ഇല്ലസ്ട്രേഷനാണ്. അതിൽ നമ്മളെങ്ങനെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റഡ് റെൻ്റ് ആണ് ആദ്യം കാണുന്നത്. സോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് റെൻറ്റ്? എക്സ്പെക്റ്റഡ് റെൻറ്റ് ഈസ് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. 65,000 ആണ് ഹയർ ആയിട്ടുള്ളത് അല്ലേ. ഫെയർ റെൻ്റൽ വാല്യൂ ആണ് ഇവിടെ കൂടി നിൽക്കുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് റെൻറ്റ് എത്രയേ ഉള്ളൂ? 62,000 ഉള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഷാൽ നെവർ എക്സീഡ് ദാറ്റ് 62,000. അപ്പോൾ എത്രയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്? ഒരു 62,000 ആണ് ഇവിടെ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് വരിക. കാരണം 65,000 എന്ന് പറയുന്നത് കൂടി നിൽക്കുകയാണ്. അപ്പോൾ 62 ആയിട്ട് നമ്മൾ കാണിക്കണം. സോ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഈസ് 62,000. പിന്നെ ആക്ച്വൽ റെൻറ്റ് 64,800. വിച്ച് എവർ ഈസ് ഹയർ ആണ് അവിടെയും ഗ്രോസ് ആനുവൽ വാല്യൂ വരുന്നത്. സോ അവർ ഗ്രോസ് ആനുവൽ വാല്യൂ കംസ് ടു 64,800. ഇങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കിനി ഫർദർ അടുത്ത ദിവസങ്ങളിലായിട്ട് ഫർദർ പ്രോബ്ലംസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിത്ത് ദിസ് ഐ വൈൻഡ് അപ്പ്. സോ meet you with further presentations in coming days. Okay, thank you, bye.